കൊച്ചി കോർപ്പറേഷനിലും വോട്ടുകൊള്ള ആരോപണം. കോർപ്പറേഷനിലെ 25ാം ഡിവിഷനിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്തെന്ന് കോൺഗ്രസിന്റെ ആരോപണം. വോട്ടർ പട്ടികയിൽ ഇടം നേടിയത് ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ളവരാണെന്നും ചൂണ്ടിക്കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി കൊടുത്തു. LDFന്റെ ആസൂത്രിത നീക്കമാണിതെന്നാണ് അവരുടെ ആരോപണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊച്ചി കോർപ്പറേഷനിലും വോട്ട് ചോറി ആരോപണങ്ങൾ പുറത്തുവരികയാണ്. വോട്ട് ചോറി ആരോപണവുമായി എത്തിയിരിക്കുന്നത് നിലവിൽ UDFന്റെ കൗൺസിലറാണ്, കോൺഗ്രസ് പ്രവർത്തകനാണ്. എന്താണ് ഈ വോട്ട് ചോറി ആരോപണം കൊച്ചി കോർപ്പറേഷനിലേക്ക് വരുന്നത്? നമുക്കറിയാം, ഈ കോർപ്പറേഷൻ ഡിവിഷനുകളൊക്കെ പലപ്പോഴും ജയപരാജയങ്ങൾ നിർണ്ണയിക്കപ്പെടുന്നത് ചെറിയ നമ്പറുകളിലാണ്. ഞാൻ ഈ ഉദാഹരണം പറയുന്ന ഡിവിഷനിൽ ഇതിന് മുമ്പത്തെ ഇലക്ഷനിൽ, ഈ ഇലക്ഷനിൽ തൊട്ട് മുമ്പത്തെ ഇലക്ഷനിൽ 21 വോട്ടിനാണ് CPM അവിടെ ജയിച്ചത്. അതിന് തൊട്ട് മുമ്പത്തെ ഇലക്ഷനിൽ 112 വോട്ടിനാണ് ജയിച്ചിരിക്കുന്നത്. അവിടെ 60ഓളം കള്ളവോട്ടുകൾ ചേർക്കാനുള്ള ശ്രമമാണ് നമുക്കിപ്പോൾ വെളിപ്പെട്ട് വന്നിരിക്കുന്നത്. ലാസ്റ്റ് പബ്ലിഷ് ചെയ്ത വോട്ടർ പട്ടികയിൽ ഒരേ ഹൗസ് നമ്പറിൽ വിവിധ വീട്ടുപേരുള്ള ആളുകൾ ചേർന്നതായിട്ട് നമുക്ക് ലിസ്റ്റിൽ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇതിൻ്റെ അവർ ഹിയറിങ്ങിന് ഹാജരായിട്ടുണ്ടോ, അതെന്ത് രേഖകൾ കൊടുത്തെന്ന് പരിശോധിക്കാണ്ട് നമ്മൾ അനുമതി എടുത്ത് നമ്മൾ അവിടെ പോയി പരിശോധിച്ചപ്പോഴാണ് വളരെ സംഘടിതമായ രീതിയിൽ കള്ളവോട്ട് ചേർക്കാനുള്ള ഒരു ശ്രമം നമുക്ക് മനസ്സിലാകുന്നത്. ഒരു സ്റ്റാമ്പ് പേപ്പർ വാങ്ങിക്കുന്നു. അത് ഇതിൽ 4 സ്റ്റാമ്പ് പേപ്പർ ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. എല്ലാ സ്റ്റാമ്പ് പേപ്പറും 2024 വാങ്ങിച്ചിരിക്കുന്നത്. ജൂണും നവംബറും 2024. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ ജീവനക്കാരാണെന്നുള്ള വ്യാജേന വാടക ചിട്ടുണ്ടാക്കുന്നു. അത് ആദ്യം ഒരു ബൂത്തിൽ ചേർക്കുന്നു. അതേ സ്റ്റാമ്പ് പേപ്പറിന് തന്നെ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് വേറെ വാടകക്കാർ ഉണ്ടാക്കി അടുത്ത ബൂത്തിൽ ചേർക്കുന്നു. അങ്ങനെ ഒരു സ്റ്റാമ്പ് പേപ്പർ കൊണ്ട് 5 ബൂത്തിലും വ്യത്യസ്തമായ രീതിയിൽ വാടകക്കാർ ഉണ്ടാക്കി ആളുകൾ ചേർക്കുക. അപ്പോൾ നമ്മളതിന് കൃത്യമായ പരാതി കൊടുത്തിട്ടുണ്ട്. ജോയിൻറ്റ് ഡയറക്ടർ LSGDക്കാണ് ആദ്യം പരാതി കൊടുത്തിട്ടുള്ളത്. അവർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അഡീഷണൽ സെക്രട്ടറി കോർപ്പറേഷനും പച്ചാളം സോണൽ ഓഫീസിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് നിങ്ങൾ കരുതുന്നത്? ഞങ്ങൾ ഈ ആളുകളായിട്ട് പലരോട്ട് ആശയവിനിമയം നടത്തി, അതുപോലെ സ്ഥാപനങ്ങൾ ഉടമസ്ഥന്മാരായിട്ട് ആശയവിനിമയം നടത്തി. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഇത് LDF ആണ് ചെയ്തിരിക്കുന്നത്. യാതൊരു സംശയം അതിനകത്തില്ല. ഞങ്ങൾക്ക് പറയുന്നതിന് യാതൊരു മടിയില്ല. കാരണം അവിടെ ഇതിന് ഇങ്ങനെ ചെയ്യാനായിട്ടൊരു താല്പര്യമുള്ളത് ആ ഡിവിഷൻ 40 വർഷമായിട്ട് CPM ഭരിക്കുന്ന ഡിവിഷനാണ്. അപ്പോൾ ആ ഒരു ഡിവിഷനിൽ ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കി വളരെ നാരോ ഫൈറ്റ് നടക്കുമ്പോഴത്തേക്കും അതിൻ്റെ മുമ്പത്തെ ഇലക്ഷൻ 21 വോട്ടിനും അതിന് മുമ്പ് 112 വോട്ടിനുമാണ് അവർ ജയിച്ചിരിക്കുന്നത്. 60 കള്ളവോട്ട് ചേർത്ത് സ്വാഭാവികമായിട്ടും റിസൾട്ട് അട്ടിമറിക്കപ്പെടുമല്ലോ. തീർച്ചയായും കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിലേക്ക് കടക്കുമ്പോൾ വോട്ട് ചോറി ആരോപണങ്ങളുമായി രംഗത്തെത്തുകയാണ് കോൺഗ്രസ്. CPM ആണ് ഇത്തരത്തിൽ വോട്ട് ചേർത്ത് ഒരു വിജയത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.